ഹലോ അസ്സാം വലൈക്കും. എന്തെല്ലാം ഉണ്ട് ഇവിടെ? കഴിഞ്ഞ 2 ദിവസം നല്ല മഴയും കാറ്റും വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ടായിരുന്നു. പലർക്കും പല ഇടങ്ങറായിരുന്നു. റൂമിൽ നിന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. വീട്ടിലെ സാധനങ്ങളില്ല, കറണ്ടില്ല, ലിഫ്റ്റില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ നമുക്ക് അത്ര ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ബാൽക്കണിയിലൊക്കെ കുറച്ച് വെള്ളം കയറും, അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ മാത്രം. ഇപ്പോൾ അൽഹംദുലില്ലാ എല്ലാം എന്താ പറയുക നോർമലായിട്ടുണ്ട്. റോഡെല്ലാം ക്ലിയറായി, പിന്നെ എല്ലാം പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പം അന്ന് ആ മഴയത്ത് എന്താ പറയുക കുറച്ച് ലഞ്ച് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അന്നിതാ ഞാൻ ഉച്ചക്ക് ഇറങ്ങി ചോറും ക്യാരറ്റ് വറവാക്കാമെന്ന് വിചാരിച്ച്. ലീവായതുകൊണ്ട് തന്നെ രണ്ട് ദിവസം ഹസ്ബൻഡ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് പിന്നെ വിചാരിച്ച് കുറച്ച് ചേന പൊരിക്കാൻ. ഇന്ന് മീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് മീനില്ലെങ്കിലും സാരമില്ല, മീൻ അത്ര വലിയ ഇഷ്ടമുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ചേന ഇങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന്. എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും ഇത്. ഉപ്പും മുളകും മഞ്ഞളെല്ലാം ഇട്ടൊന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ പിന്നെ പൊരിച്ചെടുക്കണം. അധികം വെളിച്ചെണ്ണ എന്താ പറയുക ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉണങ്ങിയിട്ട് ഇങ്ങനെ കല്ല് പോലെ ഇപ്പോൾ. അങ്ങനെ അതവിടെ ഫ്രൈ ചെയ്യാനിട്ട് പിന്നെ ഒരു പച്ച മാങ്ങ കിട്ടി, എപ്പോഴും ഉണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ. അപ്പം ഞാൻ വിചാരിച്ച് അതിനെ കൊണ്ടൊരു മാങ്ങ ചമ്മന്തി ആക്കാൻ. അങ്ങനെ ഇതാ മാങ്ങയും പിന്നെ 2-3 ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ടൊന്ന് എന്താ പറയുക അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൽ പുളിയൊന്നും ഇടുന്നില്ല കേട്ടോ. പുളി ഇട്ടാൽ പിന്നെ എനിക്കെന്തോ ഒരു കളറ് മാറിയ പോലെ അങ്ങനെയെല്ലാം ഇത്ര വലിയൊരു ഭംഗി തോന്നില്ല കാണാൻ. പിന്നെ അത്യാവശ്യം നല്ല പുളി മാങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം എന്താ പറയുക എപ്പോഴോ ഒരു വീഡിയോ എല്ലാം കണ്ടിട്ട് ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിന് ആ ഒരു ഓർമ്മ വെച്ചിട്ട്. പിന്നെ യൂട്യൂബൊന്നും തപ്പാൻ നേരെയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഓർമ്മക്കായിട്ട് എന്തെല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം പറയാൻ പറ്റില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക മാങ്ങ ചമ്മന്തി ഒരു പഴയൊരു നൊസ്റ്റെല്ലാം ഫീൽ ചെയ്തു. കുട്ടിക്കാലത്ത് ആ ഒരു നമ്മൾ സാധാരണ ചമ്മന്തിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മിയിൽ തന്നെ ചോറെല്ലാം ഇട്ടിട്ട് തിന്നുന്ന അതിലൊരു ഭയങ്കര ടേസ്റ്റാണല്ലോ. അങ്ങനെ ഇത് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു പുളിയും എന്താ പറയുക ഉപ്പും എരിവും എല്ലാം ആയിട്ട്. അങ്ങനെ അതവിടെ മാറ്റി വെക്കാം. പിന്നെ ഇത് ചേന ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഇത് പരിപ്പ് കറിയും ഉണ്ടാക്കി. അപ്പോൾ കറിയിലിങ്ങനെ താളിച്ചൊഴിച്ച് പിന്നെ ഇതാ ക്യാരറ്റ് വറവ് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ വറവെന്ന് പറയും, ചിലർ തോരൻ എന്നായിരിക്കും പറയാം. അങ്ങനെ ഇത് നമ്മുടെ ചോറിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുറത്ത് നല്ല മഴയും ഉള്ളിൽ നല്ല ചൂടുള്ള ചോറും പരിപ്പും ക്യാരറ്റ് വറവും ചേന പൊരിച്ചതും മാങ്ങാ ചമ്മന്തിയും എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ച് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് ഇരുടായിട്ടതിനുള്ള എന്താ പറയുക റൂമെല്ലാം. പിന്നെ ഞാൻ കുറച്ച് പായസം കൂടി ഉണ്ടാക്കി. അങ്ങനെ അതുമെല്ലാം കുടിച്ച് പിന്നെ ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകിട്ടായപ്പോൾ എന്താ പറയുക കുറച്ച് പോപ്കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കബോർഡ് നോക്കിയപ്പം കുറച്ച് പോപ്കോൺ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് ഇതുണ്ടാക്കിയല്ലോ, വെറുതെ ഇങ്ങനെ ടി വി എല്ലാം കണ്ടിട്ട് ഇരിക്കുന്നല്ലോ, അപ്പോൾ പോപ്കോണും കൂടി ആവാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ പാനിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഞാനൊരു കപ്പ് പോപ്കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് കുറച്ചായിരിക്കും ഉണ്ടാകുന്നു. ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതേനും. പക്ഷെ അത് എന്താ പറയുക എല്ലാം പൊട്ടി ഇങ്ങനെ കുക്കായി വന്നപ്പോൾ ഫുള്ള് ചെമ്പ് നിറയെ പോപ്കോൺ ആയിരുന്നു. പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. ഇത് കണ്ട് ചെമ്പ് നിറയെ പോപ്കോൺ. കുറച്ചേ വേണ്ടിയിരുന്നുള്ളൂ, ഞാൻ അധികം ഇട്ടുപോയി. അങ്ങനെ ഇത് പോപ്കോൺ റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിന്നൊരു ഹാഫ് എടുത്തിട്ട് കുറച്ച് കാരമലൈസ് ചെയ്യാമെന്ന് വിചാരിച്ച്. കാരമലൈസ് പോപ്കോൺ ആക്കാം. അപ്പോൾ ഈ മറ്റേ പുഡിങ്ങിൻ്റെ പൗഡറിൻ്റെ കൂടെ വരുന്ന ഒരു കാരമൽ ഉണ്ടല്ലോ, ഒരു പാക്കറ്റ്, അത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറേ ഫ്രിഡ്ജിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മെൽട്ടായപ്പോൾ ഒരു പീസ് ബട്ടർ ഇട്ടിട്ട് എല്ലാം ഒന്ന് മെൽട്ടായി വന്നേരം കുറച്ച് എന്താ പറയുക പോപ്കോൺ എടുത്തിട്ട് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലിട്ടു. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ കാരമലൈസ് പോപ്കോൺ. ഇത് 2 ടൈപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ തിന്ന് ചുമ്മാ ടി വി ഒക്കെ കണ്ട് രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങിയപ്പോൾ എവിടെയും പോകാൻ പറ്റുന്നില്ല, അത്രയും വെള്ളമായിരുന്നു. പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ കുറച്ച് തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്ന്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു അന്ന് മഴയത്തെ എന്താ പറയുക ഞങ്ങളുടെ വിശേഷം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.